നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണം കൊള്ളയടിച്ചിട്ട് അയ്യപ്പ കോപം ഉണ്ടാകാതിരിക്കാൻ സന്നിധാനത്തെ അന്നദാന വഴിപാടിലേക്ക് ലക്ഷങ്ങൾ കൊടുത്ത് പ്രായശ്ചിത്തം. കൊള്ളാം, നല്ല ഏർപ്പാടാണ്. ഇതുകൊണ്ട് അയ്യപ്പൻ അങ്ങ് ക്ഷമിക്കുമെന്നായിരിക്കും കരുതിയത്. എന്നാൽ ഈ കാട്ടുകള്ളന്മാരുടെ എല്ലാം പിന്നാലെ കൂടി അവന്മാർ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യങ്ങൾക്ക് മുകളിൽ അവസാന ആണിയടിക്കുകയാണ് അയ്യപ്പൻ ചെയ്തത്. SIT കസ്റ്റഡിയിലെടുത്ത ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനന്റെ മൊഴിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ചിട്ട് ഒരു ദിവസം പോലും ഇവന്മാർക്ക് ആർക്കും സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. SITക്ക് മുൻപിൽ ഗോവർദ്ധനൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് മൊഴി കൊടുത്തതത്രേ. കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 1.5 കോടി രൂപ കൈമാറിയിട്ടുണ്ടെന്നും പിന്നീട് കുറ്റബോധം തോന്നിയെന്നും പ്രായശ്ചിത്തമായി 10 ലക്ഷം രൂപ ശബരിമലയിൽ അന്നദാനത്തിനായി നൽകിയെന്നും ഗോവർദ്ധനൻ മൊഴി നൽകിയിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO പങ്കജ് ഭണ്ഡാരിയും ശബരിമലയിലേക്ക് വലിയ രീതിയിൽ പണം ഒഴുക്കിയിട്ടുണ്ട് പ്രായശ്ചിത്തം ചെയ്യുന്നതിനു വേണ്ടി. പണം നൽകിയതിന്റെ തെളിവുകളും അന്വേഷണ സംഘത്തിന് ഇരുവരും കൈമാറിയിട്ടുണ്ട്. ശ്രീകോവിലിലെ സ്വർണം വേർതിരിച്ച ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് CEO പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും കഴിഞ്ഞ ദിവസമായിരുന്നു SIT അറസ്റ്റ് ചെയ്തത്. ഈ കേസിലെ ഏറ്റവും നിർണായകമായ അറസ്റ്റായിരുന്നു ഇത് രണ്ടും. കാരണം ഇരുവരും അത്ര ചെറിയ മീനുകളല്ല. ഗോവർദ്ധനെ പിന്തുടർന്ന് ബംഗളൂരുവിൽ അന്വേഷണം ശക്തമാക്കുമ്പോൾ ഇതിന് പിന്നിലുള്ള രാജ്യാന്തര ബന്ധങ്ങൾ, അതിലെ കണ്ണികളുടെ വിവരങ്ങൾ പുറത്തേക്ക് വരും. ചെന്നൈയിലേക്ക് പോകുമ്പോൾ ഈ കേസിൽ രാഷ്ട്രീയക്കാരുടെ കൂടുതൽ ഇടപെടലുകൾ പുറത്തേക്ക് വരും. ഇരുവരും SIT കസ്റ്റഡിയിലായിരിക്കുന്നത് പല കേന്ദ്രങ്ങളെയും ഇപ്പോൾ വിറളി പിടിപ്പിച്ചിട്ടുണ്ട്. ഇരുവരുടെയും മൊഴിയിൽ അയ്യപ്പനെ കൊള്ളയടിച്ചതിന്റെ കുറ്റബോധവും വേവലാതിയും ഭയവും ഉണ്ടായിരുന്നു. SITക്ക് മൊഴി നൽകുമ്പോൾ പോലും ഇരുവരും പറഞ്ഞത്, ഞങ്ങൾ ശബരിമലയിലേക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നതിനു വേണ്ടി ലക്ഷങ്ങൾ കൈമാറി എന്നതാണ്. അയ്യപ്പനെ കൊള്ളയടിച്ചവർക്ക് പണി 8ന്റെയാണ് പല രീതിയിൽ കിട്ടിക്കൊണ്ടിരുന്നത്. നമുക്കറിയാം, പത്മകുമാർ അറസ്റ്റിലാകുന്ന ഒരു ഘട്ടത്തിൽ SIT പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വീട്ടിലേക്ക് പോകുന്നു. ആ വീട്ടിൽ എത്തുമ്പോൾ പത്മകുമാർ SITയോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത്, നിങ്ങൾ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു, ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്നുള്ളത്. അതായത് പത്മകുമാറിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു ഞാൻ ചെയ്തതിനുള്ളത് എനിക്ക് തിരിച്ചു കിട്ടും എന്നുള്ളത്. കർമ്മ അത് വെറുതെയല്ല. ദൈവത്തിന്റെ മുതല് കൊള്ളയടിച്ചവന്മാർ അങ്ങനെ നല്ല രീതിയിലൊന്നുമല്ല ഒടുങ്ങിയിട്ടുള്ളത്. അവരുടെയൊക്കെ അവസാനം നീറിപ്പുകഞ്ഞ് പൈശാചികമായി തന്നെയായിരുന്നു. നമുക്കറിയാം, പത്മകുമാർ പല സമയത്ത് മാധ്യമങ്ങൾക്ക് മുൻപിൽ എത്തുമ്പോൾ, അതായത് കോടതിയിലേക്ക് ഇയാളെ കൊണ്ടുപോകുമ്പോഴും തിരിച്ച് ജയിലിലേക്ക് എത്തിക്കുന്ന ഘട്ടത്തിലുമൊക്കെ ഇയാളുടെ ഒരുപാട് ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുള്ളതാണ്. അപ്പോഴൊക്കെയും ഈ പത്മകുമാറിന്റെ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട്. ഇടയ്ക്കിടെ പത്മകുമാർ മുകളിലേക്ക് നോക്കുമായിരുന്നു. അതായത് കണ്ണുകൾ ഉയർത്തി മുകളിലേക്ക് നോക്കി ആ കണ്ണൊന്നടയ്ക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ എത്രയോ തവണ കണ്ടു കഴിഞ്ഞു. അതായത് ചെയ്തു പോയ അപരാധങ്ങൾക്ക് അയ്യപ്പനോട് അയാൾ താണ് വീണ് കേണ് പൊറുക്കണമേ എന്ന് പറഞ്ഞ് ആവലാതി പറയുന്നതുമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. വാസുവിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വാസുവിന് വലിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു, വാസു ഏറ്റവും പ്രധാനമായി ജാമ്യ ഹർജി ഫയൽ ചെയ്തപ്പോൾ അതിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതായിരുന്നു. നമ്മളതിനെ കളിയാക്കിക്കൊണ്ട് വാസുവിന് വല്ലാത്ത കുരുവാണ്, അയാൾക്ക് അവിടെ നിന്ന് സ്വർണം മോഷ്ടിക്കുമ്പോൾ കുരുവില്ലായിരുന്നു എന്നൊക്കെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞുവെങ്കിലും അയാൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കലശലായിട്ടുണ്ട്. ഈ സ്വർണം കൊള്ളയടിച്ചതിന് ശേഷം ഇയാൾക്കൊന്നും ഇരിക്കപ്പുറതി ഉണ്ടായിരുന്നില്ല. കട്ടതൊക്കെ ഒരു വഴിക്കൂടെ ആശുപത്രിയിൽ കൊടുക്കേണ്ടി വന്നിട്ടുമുണ്ട്. വാസു അസുഖബാധിതനായിരുന്നു. അതുമാത്രമല്ല, ഇയാൾക്ക് പ്രത്യേക ഭക്ഷണ രീതികളൊക്കെയാണ് പല അസുഖങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ. അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും മികച്ച രീതിയിലൊക്കെ ആയിരുന്നു ചികിത്സയും കാര്യങ്ങളുമായിട്ടൊക്കെ മുൻപോട്ട് പോയത്. എന്നാൽ അകത്തായതോടുകൂടി ജീവിതചര്യകളെല്ലാം തെറ്റിയിരിക്കുകയാണ്. ജയിലിലെ ഭക്ഷണം അയാൾക്ക് ഇറങ്ങാത്ത ഒരു സാഹചര്യം, ജയിലിലെ സെല്ലിനുള്ളിലെ ജീവിതം അതൊട്ടും കഴിയുന്നില്ല. 4 ചുവരിനുള്ളിൽ അയാൾ ഭ്രാന്തമായി അലറുകയാണ്. എങ്ങനെയെങ്കിലും ജാമ്യം കിട്ടണം, എനിക്കൊന്ന് പുറത്തേക്കിറങ്ങണം, പൊറുക്കണമേ എൻ്റെ അയ്യപ്പ എന്ന് വാസുവും നിലവിളിക്കുകയാണ്. മുരാരി ബാബുവിലേക്ക് വന്നു കഴിഞ്ഞാൽ മുരാരി ബാബുവിനെ സംരക്ഷിച്ചിരുന്നവർ തന്നെ വലിച്ചു പുറത്തേക്കിട്ടു. NSS ആസ്ഥാനത്ത് നിന്ന് മുരാരി ബാബുവിനെ ചവിട്ടിപ്പുറത്താക്കി. മുരാരി ബാബുവിന്റെ ഭാര്യയുടെ ജോലി പോയി. ഇത് കൂടാതെ സമ്പത്ത് മുഴുവൻ കണ്ടുകെട്ടും എന്നുള്ള ഒരവസ്ഥയിലേക്ക് വരെ എത്തിയിരിക്കുന്നു. അതായത് പെരുന്നയിലെ ആ തേക്ക് കൊട്ടാരമുണ്ടല്ലോ,
അയ്യപ്പനെ കൊള്ളയടിച്ചുണ്ടാക്കിയത്. അത് മുഴുവൻ ED കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ കണ്ടുകെട്ടും. ED ഇതിൽ കള്ളപ്പണ ഇടപാട് അല്ലെങ്കിൽ ശബരിമല അയ്യപ്പന്റെ സ്വർണം എടുത്ത് വിറ്റ കാശിനാണ് ഈ കാട്ടുകള്ളന്മാർ ഇത്രത്തോളം വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പൊക്കിയതെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പത്മകുമാറിന്റെയും വാസുവിന്റെയും മുരാരി ബാബുവിന്റെയും ബൈജു, സുധീഷ് കുമാർ, പോറ്റി ഇവരുടെ എല്ലാം സമ്പത്ത് കണ്ടുകെട്ടുന്ന നീക്കത്തിലേക്ക് ED കടക്കും. അതുകൊണ്ട് ഇതുവരെ ഉണ്ടാക്കി വെച്ചതെല്ലാം ഒരു വഴിക്കൂടെ പോകുമോ എന്നുള്ള ഭയം ഇവരെ വേട്ടയാടുന്നു. പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധനന്റെയും മൊഴികൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇരുവരെയും ഒരുമിച്ചിരുത്തിയും അല്ലാതെയും ഒറ്റയ്ക്കൊറ്റയ്ക്കിരുത്തിയും ചോദ്യം ചെയ്യൽ തുടരുമെന്ന് SIT വ്യക്തമാക്കിയിട്ടുണ്ട്. ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയ ശേഷമായിരുന്നു ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. ഇവർക്ക് സ്വർണം തട്ടിയെടുക്കാനുള്ള ഗൂഢ പദ്ധതി ഉണ്ടാക്കിയതിലും ആസൂത്രണ കൊള്ള നടത്തിയതിലും പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇതുവരെ ഇരുവരെയും SIT ചോദ്യം ചെയ്ത് വിട്ടയച്ചതല്ലാതെ പ്രധാന പ്രതികളുടെ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ കോടതി കഴിഞ്ഞ ദിവസം ഉറഞ്ഞുതുള്ളുകയായിരുന്നു SITയോട്. അതിന്റെ ശേഷമാണ് ശക്തമായ നിലപാടിലേക്ക് SITക്ക് ഇറങ്ങേണ്ടി വന്നത്. അപ്പോഴും ഈ പറയുന്ന ശങ്കർദാസിന്റെയും വിജയകുമാറിന്റെയും അറസ്റ്റ് നീക്കിക്കൊണ്ടുപോകുന്നതിനാണ് പൊടുന്നനെ പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും അറസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇരുവരിൽ നിന്നും കിട്ടുന്ന മൊഴികൾ അത് ഈ കൊള്ള നടത്തിയവർക്ക്, അവരുടെ തലപ്പത്തുള്ളവർക്ക് തിരിച്ചടി തന്നെയാണ്. രാജ്യാന്തര ബന്ധം സംശയിക്കപ്പെടുന്നതോടുകൂടി ഈ കൊള്ള നടത്തി അയ്യപ്പന്റെ പൊന്ന് കടൽ കടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഈ കൂട്ടർക്ക് പങ്കുണ്ടെങ്കിൽ EDക്ക് അതിശക്തമായി ഇറങ്ങേണ്ടി വരും. ഹൈക്കോടതി ശബരിമല വിഷയത്തിൽ കട്ടായമാണ് ഇറങ്ങിയിരിക്കുന്നത്. അതായത് കീഴ്ക്കോടതികൾക്ക് പോലും നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് അതിന്റെ വിശദാംശങ്ങൾ സസൂക്ഷ്മം പരിശോധിക്കണം എന്ന് തന്നെയാണ്. അതായത് ഇനി ജാമ്യാപേക്ഷയുമായി പോകുന്നവർക്ക് പോലും ജാമ്യം കൊടുക്കില്ല. എല്ലാവരെയും അകത്തിടുന്ന ഒരു നീക്കത്തിലേക്കാണ് ഹൈക്കോടതി കടന്നിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഹൈക്കോടതിക്ക് ചില സംശയങ്ങൾ ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. SIT നടത്തുന്ന അന്വേഷണം അട്ടിമറിക്കാൻ ഒരു കോണിൽ അതിശക്തമായ നീക്കം നടക്കുന്നുണ്ട് എന്നുള്ളത് SITക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇത് മാത്രമല്ല, ഇപ്പോൾ ഈ പങ്കജ് ഭണ്ഡാരിയും ഏറ്റവും പ്രധാനപ്പെട്ടതായി ഗോവർദ്ധനന്റെ അറസ്റ്റും അത് ചില കേന്ദ്രങ്ങളെ ഭയപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ കർണാടകയിലെ സ്വർണ്ണ ഖനികളിലേക്കും ആ ഖനികളിൽ നിക്ഷേപം നടത്തിയിട്ടുള്ള കേരളത്തിലെ രാഷ്ട്രീയക്കാരിലേക്കും ഒക്കെ അന്വേഷണം നീളും. ഇപ്പോൾ SITയുടെ കസ്റ്റഡിയിലുള്ള ഗോവർദ്ധനൻ അത്ര ചെറിയ മീനല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അയാളെ ബിനാമിയാക്കിയും അയാൾക്കും സ്വർണ്ണ ഖനികളിൽ ഉൾപ്പെടെ പങ്കാളിത്തമുള്ളവരാണ്. ഇപ്പോൾ ചില ആരോപണങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് ബംഗളൂരുവിൽ തന്നെ ആയിരുന്നല്ലോ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ IT കമ്പനി ഉണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെടുത്തിയും പല ആരോപണങ്ങളാണ് ശക്തമായി മാറിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള പല രാഷ്ട്രീയക്കാർക്കും, അത് CPM, കോൺഗ്രസ്, BJP തുടങ്ങിയ രാഷ്ട്രീയക്കാർക്കെല്ലാം തന്നെ ബംഗളൂരുവിൽ വലിയ ബിസിനസ് ബന്ധങ്ങളാണുള്ളത്. റിയൽ എസ്റ്റേറ്റിലും സ്വർണ്ണ ഖനികളിലുമൊക്കെയാണ് ഇവർ നിക്ഷേപം നടത്തിയിട്ടുള്ളത്. അതിന്റെ എല്ലാം ഉള്ളറകളിലേക്ക് ഇപ്പോൾ അന്വേഷണം മുറുകുമെന്നുള്ളത് വ്യക്തമാണ്. തുടക്കത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ് ബംഗളൂരു കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ നിന്ന് SITയെ പിന്നോട്ടടിക്കുന്ന ഒരു നീക്കം. അത് സർക്കാരിന്റെ അല്ലെങ്കിൽ ചില CPM നേതാക്കളുടെ ഇടപെടൽ കൊണ്ടാണ് എന്നുള്ളൊരു വിമർശനം വന്നിരുന്നു. കണ്ണൂരിലെ സഖാക്കൾക്ക് സ്വർണം പൊട്ടിക്കൽ ടീമുകളുമായിട്ടൊക്കെ വലിയ ബന്ധങ്ങളാണല്ലോ ഉള്ളത്. ഇതെല്ലാം തന്നെ ഇപ്പോൾ വലിയ ഒരു ആരോപണമായി പുറത്തേക്ക് വരികയാണ്. ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് വലിയ കൊള്ളയാണെന്നുള്ളത് ഏകദേശം ഹൈക്കോടതിക്ക് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ഇതിന്റെ ഏത് വശം, അതായത് കൊള്ള നടന്നതിന്റെ ഏത് വശവും അന്വേഷിക്കാൻ SITക്ക് എല്ലാ അധികാരവും ഹൈക്കോടതി കൊടുത്തിരിക്കുന്നത്. അതിനിടയിലാണ് SITയുടെ അന്വേഷണത്തിൽ ഒരു സംശയം തോന്നിയ ഘട്ടത്തിൽ തന്നെ ഹൈക്കോടതി ഇടപെട്ടതും SITയെ തിരുത്തിയതും. ആദ്യഘട്ടത്തിൽ ഹൈക്കോടതിയുടെ പ്രശംസ ഏറ്റുവാങ്ങിയ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കോടതികളിൽ നിന്ന് തന്നെ ഇരട്ട പ്രഹരമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അന്വേഷണത്തിലെ വീഴ്ചകളും പക്ഷപാതിത്വവും ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയപ്പോൾ SITയുടെ കടുത്ത എതിർപ്പ് മറികടന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിന് കൊല്ലം വിജിലൻസ് കോടതി വഴി തുറന്നത്. 2 ഉത്തരവുകളും സംസ്ഥാന സർക്കാരിന്റെ നെഞ്ചിടിപ്പേറ്റുന്നത് തന്നെയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ രാഷ്ട്രീയ കോളിളക്കങ്ങളും സൃഷ്ടിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പോലീസ് സേനാംഗങ്ങളെ ഉൾപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുമ്പോൾ തന്നെ പഴുതുകളില്ലാത്ത നിഷ്പക്ഷ അന്വേഷണം വേണമെന്നും മറുപടി പറയേണ്ടത് കോടതിയോട് മാത്രമാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നതാണ്.
എന്നാൽ അന്വേഷണം ഇഴയുന്നുവെന്നും ചിലരെയൊക്കെ രക്ഷിച്ചെടുക്കാൻ ശ്രമമുണ്ടെന്നും ഉത്തരവിലൂടെ തന്നെ സൂചിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഹൈക്കോടതി. പിണറായി വിജയൻ SITക്ക് മുകളിൽ പിടുത്തമിട്ടു എന്നുള്ളത് ഹൈക്കോടതിക്കും വ്യക്തമായ ഒരു ഘട്ടത്തിലാണ് അതിശക്തമായ നിലപാടിലേക്ക് ഹൈക്കോടതി ഇറങ്ങിയത്. കൊള്ളയിലെ വൻ തോക്കുകളിലേക്ക് അന്വേഷണം നീളണമെന്ന് ഹൈക്കോടതി കട്ടായം പറഞ്ഞതോടുകൂടി SITക്കും ഇനി മുന്നും പിന്നും നോക്കാതെ പണിയെടുക്കേണ്ടി വരും. കളത്തിലിറങ്ങാൻ കേസിന്റെ അന്വേഷണ രേഖകളെല്ലാം EDക്ക് നൽകാൻ കേസ് പരിഗണിക്കുന്ന വിജിലൻസ് കോടതി ഉത്തരവിട്ടതോടെ കുറെ നാളായി ഇതിനുവേണ്ടി അവസരം നോക്കിയിരുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇടപെടാൻ ഒരു കളം ഒരുങ്ങി കിട്ടുകയായിരുന്നു. കോടതി മേൽനോട്ടത്തിലുള്ള SIT അന്വേഷണത്തിൽ തന്നെ പ്രതിരോധത്തിലായിരിക്കുന്ന സർക്കാരിനും ഇടതുമുന്നണിക്കും കേന്ദ്ര അന്വേഷണം കൂടി വരുന്നു എന്നുള്ളത് ഇടിവെട്ടേൽക്കുന്നതിന് തുല്യമാണ്. ദീർഘകാലമായി ED അന്വേഷിക്കുന്ന കേസുകൾ പോലെ CPM-ഉം മുഖ്യമന്ത്രിയുമായുള്ള BJPയുടെ രാഷ്ട്രീയ ഒത്തുതീർപ്പിനുള്ള മറ്റൊരു കേസായി ഇത് മാറുമെന്ന ആരോപണം പ്രതിപക്ഷവും ഉയർത്തുന്നുണ്ട്. കുറ്റാരോപിതരെയും കേസുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരെയും വിളിച്ചു വരുത്തി മൊഴിയെടുക്കുക, ആവശ്യമെങ്കിൽ അറസ്റ്റ് ചെയ്യുക, റെയ്ഡ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുക, കള്ളപ്പണത്തിന് തത്തുല്യമായ വസ്തുവകകൾ കണ്ടുകെട്ടുക തുടങ്ങിയ നടപടികൾ ഇനിയുണ്ടാകും. ഇവിടെയാണ് പത്മകുമാറും വാസുവും പോറ്റിയും ബൈജുവും സുധീഷ് കുമാറും ഒക്കെ അയ്യപ്പനെ കൊള്ളയടിച്ചുണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ ED വിഴുങ്ങാൻ പോകുന്നത്. എല്ലാം കണ്ടുകെട്ടും. സാമ്പത്തിക സ്രോതസ്സിന്റെ കൃത്യമായ വിവരങ്ങൾ EDക്ക് കൈമാറാൻ ഈ കാട്ടുകള്ളന്മാർക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഉണ്ടാക്കിയത് സകലതും കേന്ദ്രം കൊണ്ടുപോകും. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഗോവർദ്ധനന്റെ മൊഴി അത്ര നിസ്സാരമല്ല. ശബരിമലയിൽ കൊള്ളയടിച്ചതിന് ശേഷം അവിടെ പ്രായശ്ചിത്തം നടത്തുന്നതിന് വേണ്ടി, അയ്യപ്പന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അവിടെ തന്നെ ലക്ഷങ്ങൾ മുടക്കിയതിന്റെ കഥകൾ കൂടി ഇവർ പുറത്തുവിടുമ്പോൾ ഇതേ പാത വാസുവും പത്മകുമാറും സുധീഷ് കുമാറും ഒക്കെ തന്നെ പയറ്റിയിട്ടുണ്ടാകും. കാരണം ഇവരുടെ എല്ലാവരുടെയും ഉറക്കം പിന്നീട് ഇങ്ങോട്ട് നഷ്ടപ്പെടുകയായിരുന്നു. പല രീതിയിൽ അയ്യപ്പന്റെ കോപത്തിന് ഇവരെല്ലാം പാത്രമായി. നമുക്കറിയാം, പാർട്ടിയിൽ നിന്ന് പോലും ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പത്മകുമാറിനും എത്തേണ്ടി വരുന്നു. അതായത് എല്ലാം ചെയ്തു കൂട്ടിയത് പാർട്ടിക്ക് വേണ്ടിയായിരുന്നു. പാർട്ടി പറഞ്ഞതനുസരിച്ച് വലിയ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുകയും പിണറായിക്ക് പത്തനംതിട്ടയിൽ ഒരു ലേബൽ ഉണ്ടാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്തതിൽ പ്രധാനിയായിരുന്നു പത്മകുമാർ. എന്നാൽ അതേ പാർട്ടി തന്നെ പത്മകുമാറിനെ ചവിട്ടി പുറത്താക്കുന്ന ഒരു ഘട്ടം വരെ എത്തിയിരുന്നു. പാർട്ടിക്കെതിരെ പോലും താൻ ചതിക്കപ്പെടുന്നുവെന്ന് ബോധ്യപ്പെട്ട ഒരു സമയത്ത് പാർട്ടിക്കെതിരെ പോലും പ്രതികരിച്ചിരുന്നു പത്മകുമാർ. അതുപോലെ തന്നെയാണ് വാസുവിന്റെയും സ്ഥിതി. വാസുവിനൊക്കെ ഈ കാട്ടുകള്ളന്മാർ എല്ലാവരും ജയിലിനുള്ളിൽ കിടന്ന് ചോര തുപ്പും എന്നാണ് വിശ്വാസികൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.